കഴിഞ്ഞ ദിവസം അലാസ്കയിൽ വെച്ച് നടന്ന പുടിൻ ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപിന്റെ നിലപാടിൽ വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ട് മുൻപ് വരെ ട്രംപ് പറഞ്ഞിരുന്നത് റഷ്യ വെടിനിർത്താൻ തയ്യാറായില്ല എങ്കിൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ്. ഈ പറഞ്ഞത് ട്രംപ് ആണ് എങ്കിലും എല്ലാത്തിനുമുപരി അദ്ദേഹം അമേരിക്ക എന്ന രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ്. ആ തരത്തിൽ നോക്കുമ്പോൾ അതിന് ചെറുതല്ലാത്ത പ്രാധാന്യം അപ്പോൾ ഉണ്ടായിരുന്നു. എന്നാൽ കൂടിക്കാഴ്ച കഴിഞ്ഞതും ട്രംപ് ആകെ മലക്കം മറിഞ്ഞു. പിന്നെ അദ്ദേഹം പറയുന്നത് വെടിനിർത്തലിന് പകരം നേരിട്ട് സമാധാന ഉടമ്പടി ലക്ഷ്യമിടുന്നതാണ് നല്ലത് എന്നാണ്. ഇത് പുടിന്റെ താല്പര്യങ്ങളോട് വളരെയധികം അടുത്തു നിൽക്കുന്നതായിരുന്നു. കാരണം റഷ്യയുടെ ആവശ്യം ഒരിക്കലും ഒരു വെടിനിർത്തലായിരുന്നില്ല. അവർക്ക് അതിന്റെ ആവശ്യവുമില്ല. റഷ്യക്ക് വേണ്ടത് അവരുടെ നേട്ടങ്ങൾ ഉറപ്പാക്കുന്ന ഒരു സമാധാന ഉടമ്പടിയായിരുന്നു. ഉദാഹരണത്തിന് 2014 റഷ്യ പിടിച്ചെടുത്ത ക്രിമിയയുടെ നിയന്ത്രണം പൂർണ്ണമായിട്ടും റഷ്യക്ക് തന്നെ വിട്ടുകൊടുക്കുക എന്നതൊക്കെ. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ട്രംപിന്റെ പെട്ടെന്നുള്ള ഈ മലക്കം മറിച്ചിലിന്റെ കാരണം എന്താണ് എന്ന്. ട്രംപിന്റെ പ്രതിനിധികൾ പറയുന്നത് പുടിൻ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി എന്നാണ്. ഉദാഹരണത്തിന് യുക്രൈന് യുഎസും യൂറോപ്പും അടങ്ങുന്ന നാറ്റോയുടെ ആർട്ടിക്കിൾ 5 പോലെയുള്ള സുരക്ഷാ ഗ്യാരണ്ടി നൽകാമെന്നതും അതിനൊപ്പം തന്നെ അമേരിക്കയുമായിട്ടുള്ള ട്രേഡ് ഡീലുകളിലുള്ള ധാരണ എന്നിവയല്ല. പക്ഷേ ഈ പറഞ്ഞതൊക്കെ എത്ര കണ്ട് സത്യമാണ് എന്നത് നമുക്കറിയില്ല. ട്രംപ് അടിസ്ഥാനപരമായിട്ട് ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന്റെ താല്പര്യങ്ങളും സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇതൊന്നും കൂടാതെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം എന്ന ആശയം കൂടി തലയിൽ കയറിയപ്പോൾ പിന്നെ ട്രംപ് എന്താണ് ചെയ്യുന്നതെന്നുള്ളത് പുള്ളിക്ക് പോലും അറിയില്ല. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ സംഭവിച്ചത് പുടിൻ വലിയ വിട്ടുവീഴ്ചകൾക്കൊന്നും തയ്യാറാകാതെ തന്നെ ട്രംപിനെ താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തിച്ചു. അതായത് വരച്ച വരയിൽ നിർത്തിയെന്ന് വേണേ പറയാം. ഇത് ട്രംപിന് ചെറുതല്ലാത്ത നാണക്കേടും ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം സെലൻസ്കിയെ ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചു വരുത്തി അപമാനിച്ച അതേ ട്രംപ് പുടിന്റെ മുന്നിൽ പൂച്ചയെ പോലെ പതുങ്ങിയിരിക്കുന്നത് ലോകമേറെ ചർച്ച ചെയ്തതാണ്. ഇന്ന് നടക്കാനിരിക്കുന്ന ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ചയിൽ യുദ്ധം അവസാനിക്കുമോ എന്നതാണ് ചോദ്യം. ഒറ്റ ഉത്തരത്തിൽ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. വൈറ്റ് ഹൌസിൽ നടക്കുന്ന ഈ മീറ്റിംഗിൽ സെലൻസ്കിയെ കൂടാതെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, നാറ്റോ സെക്രട്ടറി മാർക്ക് റൂട്ട് എന്നിവരെല്ലാം പങ്കെടുക്കുന്നുണ്ട്. ഒരു ഏകപക്ഷീയമായ തീരുമാനത്തിലേക്ക് എത്താനായിട്ട് ട്രംപിന് ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യലിലൂടെ പറഞ്ഞത് സെലൻസ്കി വിട്ടുവീഴ്ച ചെയ്താൽ യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന്. എന്നാൽ സെലൻസ്കി ഇതിനോട് പ്രതികരിച്ചത് റഷ്യയാണ് യുദ്ധം തുടങ്ങിയത് എന്നും അത് അവസാനിപ്പിക്കേണ്ടതും റഷ്യ തന്നെയാണ് എന്നാണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ സമാധാന കരാറും വെടിനിർത്തലുമെല്ലാം സംഭവിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. ഒപ്പം തന്നെ ഇതിൽ യൂറോപ്യൻ യൂണിയന്റെ ശക്തമായ ഇടപെടലുകളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപിന്റെ നിലപാടിലുള്ള മാറ്റം ചെറുതല്ലാത്ത രീതിയിൽ തന്നെ യൂറോപ്പിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. കാരണം യുക്രൈൻ റഷ്യയോട് തോൽവി സമ്മതിച്ചാൽ അത് നാറ്റോയുടെയും കൂടി തോൽവിയായി ലോകം കാണും. അത് മാത്രമല്ല, റഷ്യക്ക് വേണമെങ്കിൽ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളെ ആക്രമിക്കാനുള്ള പ്രോത്സാഹനമായും അവരിതിനെ വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ചയിൽ യുക്രൈന് പിന്തുണയുമായിട്ട് ഈ ലോക നേതാക്കന്മാർ അമേരിക്കയിലേക്ക് എത്തുന്നത്. എന്തായാലും മീറ്റിംഗിന് ശേഷം ഇനി എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയാം. നമ്മുടെ ചാനൽ വളരെ ചുരുങ്ങിയ സമയത്തിൽ 1000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുകയാണ്. വീഡിയോസ് ഒക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.